സദസ്സിന് വന്ദനം. ഇന്നത്തെ പ്രസംഗ വിഷയം സർക്കാർ കെടുകാര്യസ്ഥതയും കോടികളുടെ പാഴ്ചിലവും. വെറും വാക്കുകൾക്കപ്പുറം ഈ വേദിക്ക് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 17,39,00,000 രൂപ ചിലവിൽ നിർമ്മിച്ചൊരു സ്കൂൾ കെട്ടിടമാണിത്. നിർമ്മാണം പൂർത്തിയായി 4 വർഷം പിന്നിട്ടു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആർളം ഫാമിനുള്ളിൽ ആദിവാസി പുനരധിവാസ മേഖലയിലാണ് സ്കൂൾ. 400 മീറ്റർ മാത്രം അകലെയായാണ് ആർളം വന്യജീവി സങ്കേതം. സ്കൂളിന്റെ മതിൽ പലതവണ കാട്ടാന തകർത്തു. കൂടുകൂട്ടി മുട്ടയിടുന്ന കിളികളും പരിസരത്തായി മേഞ്ഞു നടക്കുന്ന വന്യമൃഗങ്ങളുമാണ് പ്രദേശത്തെ കാഴ്ച. നമ്മുടെ കുട്ടികൾ കളിച്ചു വളരേണ്ട മുറ്റമാണ്. ഇന്നിപ്പോൾ കാട്ടുചെടികളും കാട്ടുമരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് സ്കൂൾ മുറ്റം. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചതാണ് സ്കൂൾ കെട്ടിടം. ലൈറ്റും ഫാനും നിറഞ്ഞ ക്ലാസ് മുറികളും 380 കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ആനയും കാട്ടുപോത്തുമിറങ്ങുന്ന പ്രദേശത്ത് ആര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കും? അതിരൂക്ഷമാണ് അവിടെയുള്ള വന്യമൃഗ ശല്യം. കാരണം 3-4 തവണ MRSനായി നിർമ്മിച്ച ആ കെട്ടിടത്തിൻ്റെ ചുറ്റും അതിൽ പൊളിച്ചതായിട്ട് നമുക്ക് കാണാം. കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമാണ് ആ പ്രദേശം എന്നതിന് യാതൊരു തർക്കവുമില്ല. ആർളം ഫാമിൽ കുട്ടികൾക്കായി ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിൽക്കെയാണ് മോഡൽ സ്കൂൾ സർക്കാർ നിർമ്മിച്ചത്. സ്കൂൾ ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് മറ്റു പദ്ധതികൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്താനാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ നിലവിലെ ആലോചന. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്താ? പക്ഷിമൃഗാദികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ കോടികൾ മുടക്കിയുള്ള സൗകര്യമുണ്ടല്ലോ. അതാണ് പരിസ്ഥിതി സ്നേഹമുള്ള നമ്മുടെ സർക്കാർ. ആർളത്തു നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.